കൺവെൻഷൻ എല്ലാം ലഹരിയെ കുറിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ സമൂഹത്തിന് ബോധം നഷ്ടപ്പെട്ടു പോയി. അപ്പം ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്ന ലഹരി വസ്തുവാണ് MDMA. വല്ലാത്തൊരു ദുരന്തമാണ്. ഞാൻ 1 മിനിറ്റ് മാത്രമേ അതിനെക്കുറിച്ച് പറയുള്ളൂ. ദുരന്തം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആർക്കെന്ത് ചെയ്യാൻ പറ്റുന്നേ? എല്ലായിടത്തെ സാധനം കിട്ടാൻ തുടങ്ങി. ഇത് വിൽക്കുന്നവർ ഇതിന് അഡിക്റ്റഡ് ആണ്. അഡിക്റ്റഡ് ആയ ആൾക്കാർ വിൽപ്പനക്കാരനാണ്. ഒന്നോട് പറഞ്ഞു തരാം, MDMA ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അഡിക്റ്റഡ് ആണ്. MDMA എന്ന് പറയുന്ന ഈ ലഹരി വസ്തു സിഗരറ്റ് മദ്യമോ പോലല്ല. നമ്മുടെ മക്കൾക്ക് സിഗരറ്റ് കൊടുത്താൽ ആരും വേണ്ടാന്ന് പറയും, എനിക്ക് വേണ്ടാന്ന് പറയും. മദ്യം കൊടുത്താൽ വേണ്ടാന്ന് പറയും. കാരണം സിഗരറ്റ് തീ കൊണ്ട് പൊക്കിയിട്ട് ചാരമുണ്ട്. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പാടും സംസാരം ഇതൊക്കെ മാറും. പക്ഷെ ഒരു കാര്യം ഓർത്തോളം, ഒരു ചെറിയൊരു കണക്ക് പറയാം. 10:1 എന്ന് പറയുന്ന ഒരു കണക്കുണ്ട് ഇവിടെ. 10:1 എന്താ പറയുക? 10:1 റേഷ്യോ, അതായത് മുറുക്കാൻ. 10:2 ഇപ്പോഴത്തെ കണക്കാ പറയുന്നത്. 10 വർഷം മുമ്പത്തെ കണക്കല്ല. 10 വർഷം മുമ്പ് ഈ പറയുന്ന നാർക്കോട്ടിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ, അതായത് നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 10 വർഷം മുമ്പ് 10:3 ആണ്. എന്ത്? ഇന്ന് 10:1 എന്ന് പറയുന്നത് 10 വർഷം മുമ്പ് 10:3 ആണ്. അപ്പൊ 10:1 എന്ന് പറയുന്നത് പുകവലിയാണ്, സോറി മുറുക്കാനാണ്, വെറ്റിലപ്പാക്ക്. 10:2 എന്ന് പറയുന്നത് ഇപ്പോൾ 2025 10:2 എന്ന് പറയുന്നത് സിഗരറ്റ് വലിയാണ്. 10:3 എന്ന് പറയുന്നത് മദ്യപാനമാണ്. 10:4 എന്ന് പറയുന്നത് ഹാൻഡ്സ് പോലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുക. 10:5 എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ സിറ്റി ബാംഗ്ലൂർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ പോലുള്ള തിക്ക് ആയിട്ടുള്ള ഡാർക്ക് വെബുകൾ, മ്യൂസിക് ഇവന്റുകൾ, DJ പാർട്ടികൾ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ 10 യുവാക്കളെ, ചെറുപ്പക്കാരെ പരിശോധിച്ചാൽ, 10 പെൺകുട്ടികളെ പരിശോധിച്ചാൽ 5 പേരുടെ ശരീരത്തിനകത്ത് ഈ പറയുന്ന മെത്ത്, MDMA പോലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ കണ്ടന്റ് ഉണ്ട്. ഇവിടെ ഞാൻ ഈ പറയുന്ന ഏരിയകളിൽ 10-ൽ 5 പേര്, ഇവിടെയല്ല 10-ൽ 5 പേര്. അപ്പൊ മനസ്സിലാക്കേണ്ട എന്താ ചോദിച്ചാല്, ഇന്ന് എത്രമേൽ ഈ ലഹരി വസ്തു പിടികൂടി ഏറ്റവും പെൺകുട്ടികൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, പെൺകുട്ടികൾ എങ്ങനെയാണ് അഡിക്റ്റഡ് ആയിരുന്നത്? പറഞ്ഞുതരാം. സിഗരറ്റ് കൊടുത്താൽ നമ്മുടെ പെൺകുട്ടികൾ വാങ്ങൂല. ആൻസ് കൊടുത്താൽ വാങ്ങൂല. മദ്യം കൊടുത്താൽ വാങ്ങൂല. ഇവിടെ ദൂരദേശത്തൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുമ്പോൾ അവിടെ ചില ഇടങ്ങളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പ്രത്യേകമുള്ള ചില ബാംഗ്ലൂർ പോലുള്ള, ഈ ഛത്തീസ്ഗഡ് പോലുള്ള, ഈ ജാർഖണ്ഡ്, ഒറീസ പോലുള്ള ചില ഈ പറയുന്ന മുംബൈ പോലുള്ള ഏറ്റവും അറിയപ്പെടുന്ന ചില യൂണിവേഴ്സിറ്റിയുടെ ഇടങ്ങളിൽ ഈ പറയുന്ന ഡാർക്ക് വെബുകള്, ഈ പറയുന്ന ഹെക്ടർ ഫൊറാർ പോലുള്ള ഈ പറയുന്ന കുട്ടികളെ സ്വാധീനിക്കപ്പെടുന്ന ചില ഓർഗനൈസേഷനുകൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഇല്ല, ഡാർക്ക് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. അവിടെ മധുരമില്ല, ചമർപ്പാണ്. അവിടെ കയ്പ്, മധുരവും ഇടകലർന്ന ജ്യൂസ് പാനീയങ്ങൾ സപ്ലൈ ചെയ്യുന്ന, മ്യൂസിക് ഈവന്റുകളുള്ള, വല്ലാത്ത രീതികളിൽ അവരെ വേറൊരു വൈബിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പുതിയ സംവിധാനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും എറണാകുളത്തും അത് പോലീസ് ബോധിച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അറിയാതെ നമ്മുടെ മക്കൾ എങ്ങാനും പഠിക്കാൻ പോകുമ്പോൾ, എടാ നീ വന്ന് നോക്കും, ഭയങ്കര വൈബാണ്, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ എങ്ങാനും അവിടെ പോയാല്, ആരെങ്കിലും ഈ മ്യൂസിക് ഇവന്റിലേക്ക് ഡാൻസ് ചെയ്ത് നിൽക്കുമ്പോൾ കൂട്ടുകാരൻ എന്നാന്ന് പറഞ്ഞ് കൊടുക്കുന്ന എന്താ, ഒരു പ്ലെയിൻ ഒരു ശരിയായ ഒരു ഗ്ലാസ്സിനകത്തേക്ക് പെപ്സിയോ മിറിണ്ടയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് അവൻ കുടിച്ചിട്ട് നമ്മുടെ മകനോ മകൾക്കോ കൊടുക്കുന്ന എങ്ങനെയാണ്? അവൻ ലൈവായിട്ട് കാണുകയാണ്. അപ്പൊ നമ്മൾ പറയണം മക്കളെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ നോക്കും എന്താ, കൂട്ടുകാരൻ ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഒരു പാനീയം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിച്ച് കുടിച്ചതിന് ശേഷം അതേ സോഫ്റ്റ് ഡ്രിങ്ക് ഗ്ലാസ്സിലേക്ക് അവൻ ഒഴിക്കുകയാണ്. ഒഴിക്കുമ്പോ ആ ഒഴിച്ച ഗ്ലാസ്സിനകത്ത് നമ്മുടെ മകനോ മകളോ കാണാതെ ആ ഗ്ലാസ്സിനകത്തേക്ക് ഇങ്ങനെ പിടിച്ച ഗ്ലാസ്സിൽ ഈ ചൂണ്ടുവിരലിനകത്തേക്ക് ഒന്ന് അമർന്നിരുന്നായാൽ ഈ ചൂണ്ടുവിരലിന്റെ നഖത്തിനകത്ത് എത്രമാത്രം MDMA ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ അത്ര MDMA മതി. ഈ പറയുന്ന മെത്തലിൻ ഡയോക്സി മത്താംബിക്കം എന്നറിയപ്പെടുന്ന 29 തന്മാത്രകളെ സമ്പന്നമായ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഒരു സോഡയോ ഒരു ചായ പോലും കുടിക്കാത്ത നമ്മുടെ മകനോ മകൾക്കോ അവരുടെ ഇന്റേണൽ ഓർഗൻസിനകത്തേക്ക് ചെന്നാൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്, ഒരു സ്റ്റിമുലേഷൻ ഉണ്ട്. ആ ചേഞ്ച് എന്ന് പറയപ്പെടുന്നത്, ശ്രദ്ധിച്ചോണേ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ ചേഞ്ച് എന്ന് പറയപ്പെടുന്നത് 48 അവേഴ്സ് ഈ ബ്രെയിൻ ഒന്ന് ആക്ടിവേറ്റഡ് ആവും. ബ്രെയിൻ ആക്ടിവേറ്റ് ആയ ബ്രെയിൻ ഉണ്ടാകുന്ന നല്ല ഇമാജിൻ തോട്ട്സുകളാണ് ഈ ന്യൂറോ സിസ്റ്റത്തിനെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ട്രാൻസ്മിറ്റ് ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് നമ്മുടെ മകനോ മകൾക്കോ ഉണ്ടാകുന്ന ആ രീതിയെ കുട്ടികളിരിക്കുന്ന ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരു നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. അതുകൊണ്ട് ഇതിന്റെ ഉപയോഗാനന്തരമുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും പൊതുവേദികളിൽ പരസ്യമായി പ്രസിദ്ധപ്പെടുത്താൻ പാടില്ല. മനസ്സിലാക്കേണ്ടത്, ഇത് ഉപയോഗിച്ച ശേഷം ഉണ്ടാകുന്ന ചില വൈകാരികമായ ചില
ഇമാജിനിങ് തോട്ട്സുകളെ സമ്പന്നമായ ചില നോട്ട്സ്, ചില കാര്യങ്ങൾക്കുള്ള ചില നോട്ട്സുകൾ ഈ ബ്രെയിനകത്തേക്ക് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. ആ 48 മണിക്കൂർ കഴിയുമ്പോൾ ആ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ട ബ്രെയിൻ ഒന്ന് ഡീആക്ടിവേഷനിലേക്ക് എത്തുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് പറയും, എടാ നീ എവിടെയാണ് ഉള്ളത്, ജി എവിടെയുള്ളത്, നമുക്കിത് പോകാം, വാ, ഇന്നലെ പോയ സ്ഥലമില്ലേ, അവിടെ പോണേക്ക് ഭയങ്കര തലവേദന, എനിക്ക് കാണണം, ഭയങ്കര ടെൻഷൻ വരുന്നുണ്ട്, വേർക്കുണ്ട്, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒന്ന് വാ പ്ലീസ് എന്ന് പറയും. കാര്യം എന്താ? അവനെ ഇന്നലെ പോയ സ്ഥലത്തേക്കുള്ള ആ രീതിയും അവിടുത്തെ മ്യൂസിക് ഇവന്റും അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റും അവിടുത്തെ രീതിയും അവിടുത്തെ സർവിങ്ങും അവിടുത്തെ ഫുഡും അവിടുത്തെ ടേസ്റ്റും അവിടുത്തെ മ്യൂസിക് സിസ്റ്റം മുഴുവനും അവന്റെ ബ്രെയിൻ അവന്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് അവനൊരു ഇമാജിൻ തോട്ട്സിലേക്ക് പോകും. ഇനി നേരെ നിങ്ങളെ കൊണ്ടുപോകാൻ PSCക്ക് ചോദിക്കാൻ ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്താണ് കില്ലർ ഡ്രഗ്സ്? വാട്ട് ഈസ് മീനിങ് ഓഫ് കില്ലർ ഡ്രഗ്സ്? ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാതെ, എന്താണ് കില്ലർ ഡ്രഗ്സ് കാറ്റഗറീസ്? നോക്കിയോളൂ, അമ്മമാരൊക്കെ ശ്രദ്ധിച്ചോളൂ. 18 തരം സൈക്കോട്രോപി സബ്സ്റ്റൻസുകൾ കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിലുണ്ട്. അതായത് ഒരു പ്രത്യേക തരം ലഹരി പദാർത്ഥങ്ങളെ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉൾപ്പെടുത്തിയ വിഭാഗത്തിന്റെ പേരാണ് കില്ലർ ഡ്രഗ്സ് കാറ്റഗറീസ്. എന്താണ് കില്ലർ ഡ്രഗ്സ് കാറ്റഗറി? ഒന്നും കൂടെ വിശദമായിട്ട് ChatGPTയിലോ അല്ലെങ്കിൽ നിങ്ങളെ ഗൂഗിളിലോ വിക്കിപീഡിയയിലോ ചോദിച്ചാൽ പറഞ്ഞു തരും. ഈ 18 തരം സൈക്കോട്രോപി സബ്സ്റ്റൻസുകളിൽ ഏതെങ്കിലും ഒരു സൈക്കോട്രോപി സബ്സ്റ്റൻസ് ഒരു ചെറുപ്പക്കാർ, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആദ്യ ഡോസ് എടുത്ത് പരീക്ഷണം നടത്തിയാൽ ശരീരം അതിനെ ഇഷ്ടപ്പെടും. നമുക്ക് ശരീരം അതിനെ ഇഷ്ടപ്പെടും. കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ, ഒരു ചായ കുടിക്കുന്നതിന്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് 10% ആണ്. നമുക്ക് ഒരു ചായ കുടിക്കുക, മധുരമിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ 10%. ചായ മധുരമിടാതെ നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതല്ലേ മധുരം നമ്മൾ ഒഴിവാക്കാത്തത്? 10% അഡിക്ഷൻ പവർ. ഒരു സിഗരറ്റിന്റെ അഡിക്ഷൻ പവർ എന്ന് പറയുന്നത് 300% അഡിക്ഷൻ പവർ. 300% ആണ് അഡിക്ഷൻ പവർ. ഒരു കഞ്ചാവിന്റെ അഡിക്ഷൻ പവർ എന്ന് പറയുന്നത് 800 മടങ്ങ് അഡിക്ഷൻ പവർ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ പറയുന്ന MDMA എന്ന് പറയുന്ന ഈ 18 തരം സൈക്കോട്രോപി സബ്സ്റ്റൻസ്, ഏത് ബത്തറിൻ, ഹെറോയിൻ, ആഷിക്, ബ്രൗൺ ഷുഗറുള്ള 18 തരം സൈക്കോട്രോപി സബ്സ്റ്റൻസിനകത്ത് ഒരുത്തം മാത്രം MDMA ഒരുത്തം മാത്രം മാറി നിൽക്കുക നമ്മുടെ നാട്ടിൽ കിട്ടണേ. അവൻ എങ്ങനെയാ മാറി നിൽക്കണേ? അവൻ ഒരു പേര് കൂടെ ഉണ്ട്, പാർട്ടി ഡ്രഗ്. അവനൊരു പേരുണ്ട്, പാർട്ടി ഡ്രഗ്. ആ പാർട്ടി ഡ്രഗ് എന്താ? ചതിയാണ്.